കോഴ്സിന്റെ ഭാഗമായുള്ള ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് മടങ്ങാനിരിക്കെ തൃശൂരിൽ തളർന്നു വീണ് മരിച്ച തിരൂർ പറവണ്ണ സ്വദേശിനിയായ ബിരുദ വിദ്യാർത്ഥിനിക്ക് കണ്ണീരിൽ കുതിർന്ന വിട. ആദവനാട് മർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥിനി ഷഫീഖയുടെ മൃതദേഹം പറവണ്ണയിൽ കൊണ്ടുവന്ന് കബറടക്കി. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കിയായിരുന്ന ഷഫീഖയുടെ അവസാന യാത്രയും സമ്മാനം നേടിയ നിറപുഞ്ചിരിയോടെ എന്നത് നാടിനെ കണ്ണീരിലാഴ്ത്തി. ആദവനാട് മർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മൈക്രോബയോളജി 2ാം വർഷ വിദ്യാർത്ഥിനിയായ ഷഫീഖ പാഠ്യപ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഇന്റേൺഷിപ്പിനായി 3 ദിവസം മുൻപാണ് തൃശൂർ ചെറുതുരുത്തിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയത്. തിങ്കളാഴ്ച ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി മടങ്ങാനുള്ള ഒരുക്കത്തിനിടെയാണ് മരണം തട്ടിയെടുത്തത്. ആദവനാട് കോളേജിലെ ഷഫീഖയുടെ സഹപാഠികളെല്ലാം ഇന്റേൺഷിപ്പിലുണ്ടായിരുന്നു. 5 പേരടങ്ങുന്ന 5 സംഘമാക്കിയാണ് ഇന്റേൺഷിപ്പ് നടന്നിരുന്നത്. കോളേജിന് സമീപത്ത് താമസ സൗകര്യം ഒരുക്കിയാണ് ഇവർ തൃശൂരിൽ കഴിഞ്ഞിരുന്നത്. ഇന്റേൺഷിപ്പിനിടെ നടന്ന ക്വിസ് മത്സരത്തിൽ ഷഫീഖ 2ാം സ്ഥാനം നേടിയിരുന്നു. ഇതിന്റെ സമ്മാനം വാങ്ങുന്ന ഫോട്ടോ ഇവൾ കൂട്ടുകാരികളുമായും അധ്യാപകരുമായും പങ്കുവച്ചിരുന്നു. തിങ്കളാഴ്ച നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ കോളേജിലെ ലാബിൽ കൂട്ടുകാരുടെ ഇടയിൽ തളർന്നു വീഴുകയായിരുന്നു. ഉടൻ ചെറുതുരുത്തിയിലെ ആശുപത്രിയിലും പിന്നീട് വാണിയംകുളത്തെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പറവണ്ണയിലെ വീട്ടിലെത്തിയത്. തുടർന്ന് പറവണ്ണ തെക്കേ ജുമാ മസ്ജിദിൽ കബറടക്കി. തിരൂർ ടൗണിൽ ഓട്ടോ ഡ്രൈവറായ പാലക്കവളപ്പിൽ ഷംസുദ്ദീന്റെയും ഷെരീഫയുടെയും 2 മക്കളിൽ മൂത്തവളായിരുന്നു ഷഫീഖ. ഷഹ്മയാണ് സഹോദരി. ഉന്നത പഠനം സ്വപ്നം കണ്ടായിരുന്നു ഷഫീഖ മൈക്രോബയോളജി തിരഞ്ഞെടുത്തത്. പഠനത്തിൽ മിടുക്കിയായിരുന്ന ഷഫീഖ കോളേജിനും അഭിമാനമായിരുന്നു. സഹപാഠിയെ ഓർക്കാപ്പുറത്ത് മരണം തട്ടിയെടുത്ത നടുക്കത്തിലാണ് കൂട്ടുകാരികൾ. മരണകാരണം വ്യക്തമായിട്ടില്ല. ഇന്റേൺഷിപ്പിന്റെ ഭാഗമായുള്ള പ്രസന്റേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കി മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് സംഭവമെന്ന് എഞ്ചിനീയറിംഗ് കോളേജ് അധികൃതർ അറിയിച്ചതായി ആദവനാട് മർക്കസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CP മുഹമ്മദ് കുട്ടി എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. കോളേജിലെ അധ്യാപകരും സഹപാഠികളും ഉൾപ്പെടെ ഷഫീഖയെ അവസാനമായി ഒരു നോക്ക് കാണാൻ പറവണ്ണയിലെത്തിയിരുന്നു. എഡിറ്റർ ലൈവ്, പറവണ്ണ.